ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന് ലഷ്കർ-ഇ-തൊയ്ബയുമായും ബന്ധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡയറിക്കുറിപ്പുകൾ ലഭിച്ചു. സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിലെന്ന് സൂചന. തുർക്കിയിൽ നിന്ന് അബു ഗാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത്. അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തിവരികയാണ്. എന്തായാലും ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയെന്ന് NIA കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബി ചാവേർ തന്നെയാണെന്നും ഉറപ്പിച്ചു. ഉമർ നബി ഉപയോഗിച്ചത് വാഹനത്തിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. NIA ഇദ്ദേഹത്തിന്റെ മറ്റൊരു വാഹനവും തെളിവുകൾക്കായി പിടിച്ചെടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഇതിനു പുറമെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഉമറിന്റെ മുഖ്യ സഹായിയായ അമീർ റാഷിദ് അലിയാണ് പിടിയിലായത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹ്യുണ്ടായി i20 കാർ ഇയാളുടെ പേരിലാണ് വാങ്ങിയതെന്ന് അന്വേഷണ ഏജൻസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ സോപോർ സ്വദേശിയായ അമീർ റഷീദ് ഡൽഹിയിൽ വച്ചാണ് പിടിയിലായത്. ഇയാൾക്ക് മെഡിക്കൽ രംഗവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള പശ്ചാത്തലങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. NIAയുടെ കണ്ടെത്തൽ അനുസരിച്ച് അമീറും ഉമറും കശ്മീരിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചതെന്നും പറയുന്നു. കാർ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അമീർ ഡൽഹിയിലെത്തിയത്. സ്ഫോടനത്തിൽ രണ്ടാമതൊരാളുടെ പങ്കിനെക്കുറിച്ച് NIA നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. സ്ഫോടനത്തിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും ഏജൻസിക്ക് വ്യക്തമായിരുന്നു. സ്ഫോടനം നടന്ന ദിവസത്തെ നഗരത്തിലെ നിരവധി CCTV ദൃശ്യങ്ങളിൽ ഉമർ നബിയുടെ സാന്നിധ്യം പതിഞ്ഞിരുന്നു. ഇതോടെയാണ് സ്ഫോടനം നടത്താൻ മറ്റൊരാളുടെ സഹായം കൂടി ലഭിച്ചിരിക്കാമെന്ന് അന്വേഷണ ഏജൻസി അനുമാനിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അമീറിന്റെ പങ്കും പുറത്തു വന്നത്. ഫരീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ചാവേറായ ഡോക്ടർ ഉമർ നബി. ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറിലെത്തി ഉമർ നബി തിരക്കേറിയ റോഡിൽ വെച്ചാണ് സ്ഫോടനം നടത്തിയത്. DNA പരിശോധനയിലൂടെയാണ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചത് ഉമർ നബിയാണെന്ന് സ്ഥിരീകരിച്ചത്. ഈ സ്ഫോടനത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. 20-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സ്ഫോടനം ആസൂത്രണം ചെയ്തതിന് ഉമർ നബിയുടെ സഹപ്രവർത്തകരും ഡോക്ടർമാരുമായ ഷഹീൻ സായിദ്, മുസമിൽ ഷക്കീൽ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരുന്ന 3 ഡോക്ടർമാരടക്കം 4 പേരെ വിട്ടയച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രധാന പ്രതിയായ ഉമർ നബിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് അധികൃതർ പറഞ്ഞു. ഹരിയാനയിലെ നൂഹിൽ നിന്നാണ് ഇവർ പിടിയിലായത്. വിട്ടയച്ചവരിൽ ഡോക്ടർമാരായ ഡോക്ടർ റെഹാൻ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ മുസ്താഖ് എന്നിവരും